പ്രശാന്തേട്ടാ, താത്ത വരാരെ കതറവിട പോരാരെ. താത്ത മാളത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ബാലാമണി താത്തയെക്കുറിച്ച് കൃഷ്ണഭക്തയായ മുസ്ലിം താത്ത, ബാലാമണി താത്ത എന്നാണ് ഇപ്പോൾ ട്രോളുകളിൽ അവരെ സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ താത്ത വെറുമൊരു താത്തയല്ല. ഈ താത്ത RSSകാർക്കിടയിൽ പോലും വിഭജനം ഉണ്ടാക്കിയ ഒരു താത്തയാണ്. RSSകാർ പകുതി താത്തയുടെ കൂടെയാണ്. പിന്നെ താത്തക്കെതിരെ ഒരു വാർത്ത കൊടുത്തപ്പോ പല BJPക്കാരും അന്ന് രാത്രി എന്നെ വിളിച്ചു, ധനുഷ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു എന്താണ്? താത്ത വിഷമൊടിച്ച ആശുപത്രിയിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ചല്ലോ. താത്ത 2 പാരസിറ്റമോൾ എന്തോ എടുത്ത് കഴിക്കുന്ന മുമ്പേ താത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഞാനിപ്പോ വിളിച്ചു പറഞ്ഞു. അപ്പൊ പോലീസ് വരുമല്ലോ എന്ന് പറഞ്ഞ താത്ത പോയി. ഈ BJPക്കാരെന്ന് പറഞ്ഞാൽ, BJPക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും താത്തയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല, വിളിച്ചിട്ട് പറഞ്ഞു. ആദ്യം ഒരു ഭീഷണിയുടെ സ്വരം നടത്തി നോക്കി ആ BJP. ഭീഷണിയുടെ സ്വരം എന്ന് പറഞ്ഞാൽ അവരെ പറ്റി പറഞ്ഞാൽ ശരിയായില്ല, ഇത് ഒരു കേസ് കൊടുത്താലും കൊടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു നടന്ന കാര്യം, കോടതിയുടെ നിരീക്ഷണം കൃത്യമായിട്ട് ഞാൻ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. കോടതി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ഇവർ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഇല്ലേ, ഇതൊക്കെ ശരി തന്നെയാണ്. എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ പേര് അവർ അതിനകത്ത് പറഞ്ഞു. ശോഭാ സുരേന്ദ്രനാണ് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സിദ്ദിഖിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. സിദ്ദിഖ് നമ്മുടെ വയനാട് MLA സിദ്ദിഖിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. അവരൊന്നും മിണ്ടിയില്ല. ആരോപണത്തിൽ നിന്ന് അവരൊന്നും മിണ്ടിയില്ല. നശിപ്പിക്കാൻ ശ്രമിക്കും. കോടതിയുടെ നിരീക്ഷണം ശരിയാണോ? ശരി തന്നെയാണ്. അതെ, ശരി തന്നെയാണെന്ന് അവർ പറഞ്ഞു. അത് കറക്റ്റാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ മറുപടി ഇല്ലാതെ അവർ കരയുവാണ്. മനസ്സിലായില്ലേ? പക്ഷേ താത്ത ഈ BJPക്കാരൻ എന്നെ രാത്രി വിളിച്ചിട്ട്, അയാളുടെ പേരൊന്നും പറയുന്നില്ല, ഒരു പ്രമുഖനാണ്, എന്നെ വിളിച്ചിട്ട് രാത്രി വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ചെറിയൊരു ഭീഷണിയുടെ സ്വരം. അത് കഴിഞ്ഞ് ഞാൻ കൃത്യമായിട്ട് ഇതിൽ നിയമോപദേശം എടുത്തിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്ന് ഡൗണായി. അങ്ങനെയൊക്കെ ചെയ്യാമോ ധനുഷേ? നിങ്ങളൊക്കെ എന്നാ നന്നാവുക? രാഷ്ട്രീയക്കാരെ നമ്മളെ വിളിക്കുന്നതിന് പല മാനങ്ങളുണ്ടല്ലോ, അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട് ഇല്ലേ? നിങ്ങളൊക്കെ എന്നാ നന്നാവുക? അയാൾക്ക് അറിയേണ്ടിയിരുന്നത് ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ടെന്നാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ്, അവരെക്കുറിച്ച് ഞാൻ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്നും തെറിവിളി മാറിയിട്ടില്ല. താത്തയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഡാഷ് മോനെ കണ്ടാൽ അടിച്ചു കൊന്നേക്കണം എന്നൊക്കെ പറഞ്ഞാണ് എക്സ് പ്ലാറ്റ്ഫോമുകളിൽ വിഭജനം നേരിട്ട RSSകാർ നമ്മളെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാവേണ്ട ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അടക്കം നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. ഗുരുവായൂർ മേൽശാന്തിക്ക് അടക്കം നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. കാരണം നമുക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇവർക്ക് ഗുരുവായൂർ അമ്പലത്തിലുള്ളതെന്ന് ചോദ്യമുണ്ട്. കാരണം താത്ത ഗുരുവായൂർ അമ്പലത്തിന്റെ വെളിയിൽ വന്ന് യേശുദാസിനില്ലാത്ത പ്രിവിലേജ് എന്തിനാണ് ഈ ബാലാമണി താത്തക്കുള്ളൂ? മാത്രമല്ല, ആരാ എന്താ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം തെറ്റിദ്ധാരണ കൊണ്ട് വിളിച്ചതായിരിക്കും. ഒരുപക്ഷെ പ്രത്യേകം ഒരു ആവേശം പുള്ളിക്ക് വന്ന് കാണുമായിരിക്കും. എന്താണെന്ന് അറിയാമോ? പുതിയൊരു താത്ത നമ്മുടെ BJPക്കകത്തും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കകത്തും നമ്മുടെ കൃഷ്ണനകത്തും ഒക്കെ ഇത്രയും താല്പര്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ആവേശത്തിൽ പുള്ളി വിളിച്ചായിരിക്കും. ഒരു കാര്യം നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത്, ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി അലമ്പാക്കാൻ ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് ഇവള് വന്ന് അലമ്പാക്കി. ശ്രീകൃഷ്ണ ജയന്തി അലമ്പാക്കാൻ താത്ത അവതരിച്ചു. അതെ, ഈ ശ്രീകൃഷ്ണ ജയന്തി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഗുരുവായൂരാണ്. കാരണം ഗുരുവായൂരമ്പലം കഴിഞ്ഞാണ് കൃഷ്ണന്റെ ഗുരുവായൂരമ്പലം കഴിഞ്ഞ് പത്മനാഭൻ എല്ലാം ഒന്നും അല്ലെങ്കിൽ പത്മനാഭൻ ഗുരുവായൂരമ്പലം കഴിഞ്ഞാണ് ഇപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും വെളിയിലുള്ള കേരളത്തിന് വെളിയിലുള്ള അവിടെ ഈ ഗുരുവായൂരമ്പലത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഒരു വർത്തമാനം ഉണ്ടാക്കുകയും ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ സ്ത്രീ ഇന്നലെ അവിടെ വന്നത് വളരെ പ്രീ പ്ലാൻഡ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് പറയുമ്പോൾ അതിന്റെ തെളിവുകൾക്ക് വേണ്ടിയാണ് ധനുഷ് തെളിവുകൾ എടുത്തത്. കാരണം ഇവർ RSS കാര്യാലയത്തിൽ കയറുന്നു. വളരെ കൃത്യമായിട്ട് സുരേഷ് ഗോപി വരുന്ന സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപിയുടെ PAയ്ക്ക് അപ്പുറം കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു. സുരേഷ് ഗോപിക്ക് ഫോട്ടോ കൊടുക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ തരപ്പെടുത്തുന്നു. ഇതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. ഇതിന്റെ പുറകിൽ നല്ല മുസ്ലിങ്ങളല്ല, മുസ്ലിം തീവ്രവാദികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്. ഇവരെ നയിക്കുന്നതിന് ഇത്ര വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയെ ഈ രീതിയിൽ നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിന് കൃത്യമായൊരു റൂട്ടിംഗ് ഉണ്ടാവണം. ആ റൂട്ടിംഗ് ഉണ്ട് എന്ന് ഈ നിങ്ങളെ വിളിച്ചാരെന്ന് എനിക്കറിയത്തില്ല, ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടാണ് ഇന്നലെ ഗുരുവായൂർ വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത വിശാലതയുള്ള ഹിന്ദുക്കൾ ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിക്കാൻ തയ്യാറായത്. അതെ അതെ അതെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ വന്നിട്ട് അങ്ങ് അലമ്പുക. അതെ, ഒരു നല്ലൊരു സംഭവം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരാദ്യം വന്നിട്ട് ഈ നല്ല കച്ചവടമാണല്ലോ,
മനസ്സിലായി, ഇതൊരു കച്ചവടം കൂടെയാണല്ലോ. അതായത് ഇവരുടെ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ ഇവർ അക്കർലിക്കിലോ എന്തോ അവർ വരയ്ക്കുന്നു, എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്, എല്ലാം വരയ്ക്കുന്നു. ഇവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് പോകാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നു, ഇവരങ്ങനെ വിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ശരി, ആയിക്കോട്ടെ, നല്ല കാര്യം. അപ്പോൾ അങ്ങനെ അതിന് ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി അടക്കം ഇവർ മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ വരുന്നത്. ഇവർ വന്നു കഴിഞ്ഞ ശേഷം ഇവർ പിന്നെ ഒരു ആൾദൈവം ചമയാനുള്ള, അതായത് അതുപോലെ ഒരു ദിവസം പറയുകയാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ നീല നിറവും. ഇപ്പൊ പറയുകയാണ്, അത് ചീറ്റിപ്പോയി. ഇപ്പൊ പറയുകയാണ്, ഞാൻ കൊടുത്ത ആ ഒരു കൃഷ്ണന്റെ ചിത്രം കൊണ്ടുവച്ച വീട്ടിലെ ആ യുവതി, അവർക്ക് കുട്ടികളുണ്ടാവില്ല, അവർ ഗർഭിണിയായി എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ആൾദൈവം ചമയാനുള്ള ശ്രമം ഇതൊക്കെ സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. ഇതൊക്കെ നല്ല മാർക്കറ്റിംഗ് സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം താത്ത ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് പോലും ഫോട്ടോ എടുക്കാൻ അനുവാദമില്ലാത്ത ഒരു സ്ഥലത്ത് പോകുന്നു. ഇവരുടെ ശിങ്കിടികളും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, റീല് ചെയ്യുക. ഈ ഗുരുവായൂർ അമ്പലം അത് ചെയ്യാനുള്ള സ്ഥലമാണോ? റീല് ചെയ്യുക. പോരാത്തതിന് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കോപ്രായങ്ങളും കോക്രികളും കാണിക്കുക. ഒരു ഓടക്കുഴൽ ഒരു ദിവസം ഞാൻ എടുത്തു വെച്ച് ഇവരുടെ റീലി കണ്ടതാണ്. എടുത്തു വെച്ചിട്ട് ഓടക്കുഴൽ അങ്ങ് വായിക്കുക. പലരും പറയുന്നുണ്ടല്ലോ ഇവരുടെ അടുത്ത അത്ഭുത സിദ്ധി, പലരും പറയുന്നുണ്ടല്ലോ എനിക്ക് ഓടക്കുഴൽ, എൻ്റെ കണ്ണന് മാത്രമേ ഓടക്കുഴൽ വായിക്കാൻ അറിയാവൂ എന്ന്, എനിക്കും വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് ഒരു പി എടുത്തു വെച്ച് വായിക്കുക. ഒരു കാശിന് കൊള്ളത്തില്ല വായിക്കുക, പി എന്ന് പറഞ്ഞ് വായിക്കുക. പക്ഷെ കൊള്ളത്തില്ല. എന്നിട്ട് ഇവിടെ കണ്ടോ, ഞാൻ വായിക്കുന്ന കണ്ടോ, ഇത് കാണുന്ന രണ്ട് നിഷ്കളങ്കരെങ്കിലും ഇവരെന്ത് ഭംഗിയായിട്ട് വായിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അത്ര. ഇപ്പൊ പറഞ്ഞത് ധനുഷ് പറഞ്ഞതിന് അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. അത് അന്വേഷിക്കേണ്ടതായിട്ടുള്ളതായിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മളത് ചെയ്യണം. ഇവർക്ക് എങ്ങനെയാ ഗുരുവായൂരിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിന്ന് റീലെടുക്കാനും ഫോട്ടോ എടുക്കാനും ആരനുവാദം കൊടുത്തു? അഥവാ അനുവാദമില്ലാതെ അവിടെ കയറി ഫോട്ടോ എടുത്തെങ്കിൽ അവിടെ ഒരു കേസെടുക്കണം. കാരണം ഇത് ഗുരുവായൂർ ഫോട്ടോ എടുക്കേണ്ട ഏരിയകളുണ്ട്, അതിനകത്ത് വളരെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഫോട്ടോ എടുക്കുന്ന മാത്രമല്ല, ഗുരുവായൂരുടെ സെക്യൂരിറ്റിയുടെ വിഷയമുണ്ട്. ഈ സെക്യൂരിറ്റി ലംഘനം ഈ സ്ത്രീ അവിടെ എങ്ങനെ നടത്തി, അഥവാ അവരുടെ അധികാരപ്പെട്ടവർ അറിയാതെയാണോ നടത്തിയതെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കേസെടുക്കണം. കാരണം ഇത് ആർക്കും അനുവദിക്കുന്ന സ്ഥലങ്ങളല്ല. കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ എടുക്കുന്ന രീതിയാണ്. ഇവർ നടയുടെ നേരെ നിൽക്കും, ഇവരുടെ പിറകിൽ നിന്ന് കൃത്യം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കാണുന്ന രീതിയിലാണ് ഫോട്ടോ അല്ല, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കാണുന്ന രീതിയിൽ ഫോട്ടോ, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കാണുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ അകത്തിടണം. കാരണം ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരുടെയൊക്കെ ഉദ്ദേശം? നാളെ കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ബോംബ് വെച്ചാൽ സമാനം പറയും. കാരണം ഇതുപോലത്തുള്ള റീലുകളും ഗുരുവായൂർ അമ്പലം എന്താണെന്ന് ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഫോട്ടോ എടുക്കരുതെന്ന് പറയുന്നത്, റീൽ എടുക്കരുതെന്ന് പറയുന്നത്. ഇവരിത് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവരിൽ കൂടിയാണത് സാധ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവര് നിസ്സാരക്കാരിയല്ല. ഇവരിപ്പോ എല്ലാത്തിനും മറുപടി പറയാൻ വരുന്നു. മറുപടിയൊക്കെ വളരെ കൃത്യമാണ്. ഒരു സാധാരണ സ്ത്രീക്ക് പറയാൻ പറ്റുന്ന മറുപടി അല്ലത്, ഒരു സാധാരണക്കാരിക്ക് പറയാൻ പറ്റുന്ന മറുപടി അല്ലത്. കഴിഞ്ഞ ശേഷം ഒരുപാട് ആൾക്കാർ, നിരീക്ഷകന്മാരൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നീ ആ വാർത്ത കൊടുക്കണ്ടായിരുന്നു, അത് വളരെ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കി. നീ മനസ്സിലാക്കണം, എന്താ മീരാബായി, മറ്റേ ബായി, മറിച്ച ബായി, അങ്ങനെയാണോ? അത്തരത്തിലുള്ളൊരു സ്ത്രീയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഈ മീരാബായി എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർ ജീവിതത്തിൽ പല ആരോപണങ്ങളും നേരിട്ടിട്ടുണ്ട്. അവർ ഇപ്പോൾ ഗുരുവായൂർ കൃഷ്ണനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ എനിക്ക് അത് തരുന്നു ഇത് തരുന്നു എന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ് നടന്നില്ല. ഒരു വീട്ടിനകത്തിരുന്ന് ഒരു കൊച്ചു കൃഷ്ണ വിഗ്രഹം വെച്ച് തന്റെ സ്വകാര്യതയിൽ ഇരുന്ന് ശ്രീകൃഷ്ണനെ ഭരിച്ച വ്യക്തി. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയാലേ ഇവരുടെ മാർക്കറ്റിംഗ് നടക്കുള്ളൂ. അല്ലാതെ ഞാൻ പറയട്ടെ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂരമ്മയുടെ അടുത്താ ഗുരുവായൂർ. ഇവര് ഗുരുവായൂരോട് തിരക്കി വരണ്ട. ഇവരെ അവിടെ ഇരുന്നിട്ട് പടവും വരച്ചോണ്ട് അവിടെ ഇരുന്നിട്ട് ഗുരുവായൂരപ്പനെ വിളിച്ചാൽ ഗുരുവായൂരപ്പന്റെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ പുരാണവും ചരിത്രവും അനുസരിച്ച് ഗുരുവായൂരപ്പൻ അവിടെ ചെല്ലാറുണ്ട്, അവിടെ കാണിക്കാറുണ്ട്. ഇത് ഗുരുവായൂരപ്പന്റെ അവിടെ ഗുരുവായൂരപ്പൻ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കും ഹിന്ദുവിന് ഗുരുവായൂർ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ നയിച്ചുകൊണ്ട് വരിക. ഇതിനകത്ത് ചില ആൾക്കാര് ഇതിന് ഇപ്പൊ തന്നെ നമ്മുടെ കീഴിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെയ്തു. നമ്മൾ ഒരാളെ പറ്റി ഒരു അബദ്ധം പറ്റിയിട്ട് അത് തിരുത്തൽ കൊടുത്ത ഒരു ടോക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ടോക്കുകൾക്ക് ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണല്ലോ ധനുഷിനെ അതിനെപ്പറ്റി ഡീറ്റെയിലിംഗ് എടുത്തത്. അതിന്റെ കീഴിൽ വന്നിട്ട് പോട്ടെ, ജീവിച്ചോട്ട്, ഇങ്ങനെയാണോ രാജ്യത്തെ ആൾക്കാർ ജീവിക്കേണ്ടത്? അല്ല, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതിനൊക്കെ പ്രത്യേക അജണ്ടയുണ്ട്. കോടാനുകോടി രൂപ ഇവരുടെ പേരിൽ വരുന്നുണ്ട്. ഇവർക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി പല സഹായങ്ങളുണ്ട്. ഇതിനകത്ത് പല തീവ്രവാദ ഗ്രൂപ്പുകളുടെ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷണം വേണം. ഇവരിങ്ങനെ അഴിഞ്ഞാടി ശ്രീകൃഷ്ണന്റെ പടവും കൊണ്ട് അവരെവിടെയും ധനുഷുമ്പെ പറഞ്ഞ കടയെടുത്ത് വെച്ച് വിൽപ്പന നടത്തട്ടെ. അതിനകത്തൊന്നും ഇവിടുത്തെ ഒരു ഹിന്ദു എതിരില്ല. ഇവിടെ ശ്രീകൃഷ്ണന്റെ പടം കൊണ്ട് ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയുടെ പുറത്തു കയറാൻ പോകരുത്.
സുരേഷ് ഗോപിയുടെ പുറത്ത് കയറാൻ പോകരുത്. ഇവിടുത്തെ ഹിന്ദു ഗുരുവായൂരപ്പനെ കൃത്യമായിട്ട് അതിന്റെ മാമൂലനുസരിച്ച് കാണാൻ വരുന്ന ആൾക്കാരുടെ പുറത്ത് കയറാൻ പോകരുത്. അത് ആരനുവദിച്ചാലും ഇവിടുത്തെ ഹിന്ദു സമൂഹം അതിനുവേണ്ടി ഇറങ്ങേണ്ടുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടാണ് ഈ സ്ത്രീ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതായത് അവരൊരു ഗുരുവായൂരപ്പൻ്റെ പടം വരയ്ക്കുന്ന ഒരു സ്ത്രീയാണ്, വരച്ചോട്ടെ. അതിപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ വരച്ചോട്ടെ. നിങ്ങൾ ആ പടം കൊണ്ട് ഒരു കടയെടുക്കപ്പാ, കടയെടുത്തിട്ട് ആ കടയ്ക്കകത്ത് ചിത്രം വെച്ചിട്ട് വിൽപ്പന നടത്തൂ. നിങ്ങൾ അങ്ങനെയല്ല, ഞാനൊരു മുസ്ലിം സ്ത്രീയാണെന്നുള്ള ലേബൽ ഉപയോഗിക്കുന്നു, ഞാനൊരു ഹിന്ദു പടം വരയ്ക്കുന്നു എന്ന് പറയുന്നു, മുസ്ലിങ്ങളെല്ലാവരും എന്നെ എതിർക്കുന്നു എന്ന് പറയുന്നു, ഒരു സോഫ്റ്റ് കോർണർ പിടിച്ചു പറ്റുന്നു, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയപ്പോൾ നിങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ കേസുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് നമ്മൾ പുറത്തു വിട്ടു. ഇതിപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവർ അവിടെ വന്നിട്ട് മല്ലു ഡയറീസ് ബൈ പ്രിയ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആ വ്യക്തി ഇവർക്കെതിരെ ഒരു കമൻറ്റ് ഇട്ടു, ഏതോ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടു. അങ്ങനെ കമൻറ്റ് ഇട്ടപ്പോൾ ഇവർ ആ കമൻറ്റിൽ പ്രകോപിതയായി ഇവർ ആ ഗുരുവായൂർ വെച്ച് കണ്ടപ്പോൾ അവരുമായിട്ട് അടികൂടാൻ പോയിരിക്കുകയാണ്. അങ്ങനെയാണ് ആ വീഡിയോ, ഇവരുടെ വീഡിയോ. അതായത് ആ ഒരു ദൈവികമായിട്ടുള്ള അന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുക എന്ന് പറയും. രണ്ടാമത്തെ കാര്യം, ഇവരുടെ കൂടെ ഇവരുടെ അനിയൻ എന്ന് പറയപ്പെടുന്ന ഒരു യുവാവ് കൂടെ ഉണ്ട്. അതാരാണെന്ന് അറിയില്ല, അനിയനാണോ എന്താണെന്ന് അറിയില്ല. അവർക്ക് ആങ്ങളമാരില്ല. ചേട്ടാ, ഇത് വേറൊരു കാര്യം പറഞ്ഞില്ല. ഇത് നമ്മളൊരു പള്ളിയുടെ മുമ്പിൽ ചെന്നാണ് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ അവരുടെ ഒരു നല്ല ഒരു കാര്യം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു അലമ്പ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റും ഇവർ ശ്രമം നടത്തി എന്ന് പറഞ്ഞ് ഇവരുടെ കേസെടുക്കാം. ആണ് വളരെ കൃത്യമായിട്ട് വർഗീയ കലാപം അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം ഇതിന്റെ പുറകിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇവരെ പലയിടത്തും കയറ്റി വിടുക. നാളെ കാലത്ത് ഇവരുടെ പഴയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവരെ ട്രാപ്പിംഗ് ചെയ്തേക്കുന്ന ഏത് മേഖലയിലാണ്? ഏറ്റവും ആദരണീയനായിട്ടുള്ള നമ്മുടെ കുമ്മനം രാജശേഖരന്റെ ഫോട്ടോ വെച്ച് അവൾ ആദ്യം മാർക്കറ്റിംഗ് തുടങ്ങിയത്. രണ്ടാമത് സുരേഷ് ഗോപിയുടെ പുറകിലാണ്. സുരേഷ് ഗോപിയുടെ പുറകിൽ ആരോപണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചില ആൾക്കാർ നടക്കുന്നിടത്താണിത്. നാളെ കാലത്ത് ഈ സ്ത്രീ ഇറങ്ങിപ്പന്ന് പറയുക എന്നെ സുരേഷ് ഗോപി കയറി പിടിച്ചു. കാരണം സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യത്തിനും ഇവരുണ്ട്. വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ ആൾക്കാർക്ക്? കേന്ദ്രമന്ത്രിയോ പെട്ടോ പിന്നെ ഇതുപോലെ ഓരോ ഉദ്ദേശത്തോടു കൂടി വളരെ പ്ലാൻഡ് ആയിട്ട് അതിനുള്ള ഇല്ലെങ്കിൽ ഒരുക്കം നടത്തിയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും ഇവർ നടത്താൻ പോകുന്നത്. ഇവരുടെ നീക്കങ്ങൾ വളരെ വളരെ സംശയാസ്പദമാണ്. കാരണം നാളെ കാലത്തെ ഒരു ആരോപണം കൊണ്ടുവന്നാൽ ആ ആരോപണങ്ങൾക്ക് വേണ്ട ഗ്രൗണ്ടുകളെല്ലാം ആദ്യമേ ഒപ്പിക്കുന്ന രീതിയിലേക്കുള്ള നീക്കമാണ് ഈ സ്ത്രീ നടത്തുന്നത്. ഈ സ്ത്രീ നിസ്സാരക്കാരിയല്ല നമ്മൾ നേരത്തെ പരിശോധിച്ച് മനസ്സിലായി. വീണ്ടും ഇവരെ മുന്നോട്ട് നയിക്കുന്നതിന് ചില ഹിന്ദുക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാ കമന്റുകൾ വരുന്നത്. അവരൊക്കെ ഹിന്ദുക്കളാണോ എന്നൊക്കെ പരിശോധിക്കണം. എന്തായാലും നല്ല മുസ്ലിങ്ങളൊന്നും ഇവരുടെ കൂടെ ഇല്ല. ഇവരുടെ കൂടെ ഉള്ളത് ആരാന്നുള്ളത് നമുക്ക് മനസ്സിലായി. അവസാനമായിട്ട് ഒരു കാര്യം നമുക്ക് പറഞ്ഞു നിർത്തും. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും എല്ലാ രീതിയിലും ജീവിക്കാൻ അവകാശമുണ്ട്, മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ. അല്ലെ, എല്ലാ രീതിയിലും ജീവിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ചിത്രം വരയ്ക്കുന്നെങ്കിൽ വരച്ചോളൂ, ആരും എതിരില്ല. കയ്യും കാലും വെട്ടാൻ ഇവിടെ ആരും വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ ചിത്രം നിങ്ങൾക്ക് വിൽക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. അത് വിൽക്കുമ്പോഴും നിങ്ങളുടെ കയ്യും കാലും വെട്ടാൻ ഈ സമുദായത്തിൽ നിന്ന് ആരും വരില്ല. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഷോ കാണിക്കാനുള്ള അവകാശം ഇല്ല. ഗുരുവായൂർ അപ്പനെ വെച്ച് മാർക്കറ്റ് ചെയ്ത്, ഗുരുവായൂർ മേൽശാന്തിയെ വെച്ച് മാർക്കറ്റ് ചെയ്ത്, കാരണം നിങ്ങളെക്കാട്ടിലും ഭംഗിയായിട്ട് ഈ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ ഹിന്ദു സമുദായത്തിൽ തന്നെയുണ്ട്. അവരൊക്കെ ഭംഗിയായിട്ട് വരയ്ക്കുന്നുണ്ട്, ഭഗവാന് സമർപ്പിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്കില്ലാത്ത ഒരു പ്രിവിലേജും നിങ്ങൾക്കില്ല, തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.